ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ പുതിയ വണ്ടി ഡെലിവറി ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, ഏതൊരു സാധാരണക്കാരൻ്റെ ആഗ്രഹമാണല്ലോ പുതിയൊരു വണ്ടി ഇറക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാ അത് ഇന്ന് സാധിച്ചു. പിന്നെ അത് മാത്രമല്ല, വണ്ടി എടുക്കാൻ പോകാൻ ഞങ്ങളതിൽ വണ്ടിയില്ല, അങ്ങനെ ഓട്ടോ പിടിച്ച് പോവാണ്. പിന്നെ ഈ വ്ളോഗ് ഒന്ന് ജസ്റ്റ് ഫണ്ണാൻ വേണ്ടിയിട്ട് വണ്ടി ഡെലിവറിക്ക് ബസ്സിൽ പോകാന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ വേണ്ട, അതുകൊണ്ട് ഓട്ടോ തന്നെ പിടിച്ചു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഓട്ടോയിൽ പോയതാണെങ്കിലും എൻ്റെ മനസ്സ് മൊത്തം തിരിച്ചു വരുമ്പോഴുള്ള കാറിലായിരുന്നു. പിന്നെ CID മൂസിലെ ഹരിശ്രീ അശോകൻ പറപ്പിച്ച് വിടുന്ന പോലെ ദാജുവും ഗഫൂറും പുറകിലുണ്ടായിരുന്നു. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ടാവാം നെഫിയും കാഴ്ചക്കുള്ള കണ്ണട മാറ്റി കൂളിംഗ് ഗ്ലാസ് ആക്കി. കൂളിംഗ് ഗ്ലാസും വെച്ച് ഓട്ടോയിൽ പോകുന്നതുകൊണ്ടാവാം എന്താണെന്നറിയില്ല, പുറത്തുനിന്ന് മൊത്തം ഞങ്ങളാണ് നോക്കുന്നുള്ളത്. ഞങ്ങളെ പോലെ ഫായ്മാം നല്ല എക്സൈറ്റ്മെന്റിലാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഷോറൂമിലെത്തി ഗൈസ്. പലതവണ ഷോറൂമിന്റെ മുമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണ്. അങ്ങനെ ഞാൻ മെല്ലെ ഷോറൂമിന്റെ മുന്നിലേക്ക് നടന്നു. പിന്നെ എന്റെ ക്യാമറയിൽ മാത്രമല്ല, ഒന്ന് രണ്ട് വേറെയും വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. സത്യം പലതവണ ഇങ്ങനെ മുമ്പ് ഷോറൂമിൽ കയറിയിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. അങ്ങനെ വീഡിയോ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല, വെറുതെ സംസാരിക്കുന്ന, വെറുതെ തലാട്ടി ഓക്കെ എന്നൊക്കെ പറഞ്ഞൊന്നും മനസ്സിലായില്ല. ഒന്നുമില്ല, വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നുള്ളത്. അങ്ങനെ സംസാരിച്ച് സമയം കളയാണ്ട് ഞാൻ ഒപ്പിടാൻ തുടങ്ങി. അങ്ങനെ വീഡിയോഗ്രാഫേഴ്സ് 4-5 ആംഗിളിൽ നിന്നും എന്റെ 4-5 ഒപ്പുകൾ പകർത്തി. അങ്ങനെ ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വണ്ടിയുടെ തുണി പൊക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഉള്ളിലുള്ള വണ്ടി ഏതാന്ന് കാണിക്കാൻ ഈ കർട്ടൻ പൊക്കുന്ന ഈ പരിപാടി. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അല്ല, വീഡിയോ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ സ്വന്തമായിട്ട് വണ്ടി ഇറക്കുമ്പോൾ അത് ഇന്ന് 2 വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ക്യാമറയും. അപ്പോൾ പല ആംഗിളിൽ നിന്നും പല ഷോട്ടുകൾ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ എല്ലാത്തിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ബ്ലോഗിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണിത്. പിന്നെ നെഫി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷോറൂമിൽ കയറുന്നുള്ളത്, അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുള്ളതും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ചമ്മലും ഉണ്ട്. നല്ല ആളുകളിലാണ് പോപ്പർ പൊട്ടിക്കാൻ കൊടുത്തത്. പൊട്ടിച്ചെങ്കിലും ടൈമിങ് മാറിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ ആൾക്കാർ നോക്കി നിൽക്കുന്ന സമയത്ത് വെറുതെ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, സമയം കളയണ്ട. എന്തായാലും തുണി വെക്കാം. അപ്പോൾ ഓസിലും സംഭവം ഒന്നും മനസ്സിലായില്ല, എന്നാലും സന്തോഷത്തിലാണ്. ആൾക്കാരെ കണ്ടതിലും വണ്ടി കണ്ടതിലൊക്കെ ഹാപ്പിയാണ്. അങ്ങനെ അവസാനം ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് വണ്ടി കർട്ടൻ പൊക്കുന്നു, പോപ്പർ പൊട്ടിക്കുന്നു. പക്ഷേ ചെറുതായിട്ട് ടൈമിങ് പാളിയൊന്നൊരു സംശയമുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വ്ളോഗിന് വേണ്ടി എടുത്താണ്, പക്ഷേ ഇതിൻ്റെ എഡിറ്റ് ചെയ്ത വെർഷൻ അടിപൊളിയാണ്. ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണേ. വൈഡ് ആംഗിളിൽ നിന്ന് കണ്ടതാണെങ്കിൽ ഫ്രണ്ട് എന്നുള്ള വ്യൂ ഇതാണ്. പക്ഷേ ഇത് 2ാമത്തെ പ്രാവശ്യം ഇതേപോലെ പൊക്കിയതാണ്. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം പൊക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ സെപ്പറേറ്റ് സിംഗിളായിട്ടൊന്ന് പൊക്കിയതാണ്, കാരണം എനിക്ക് 1-2 വീഡിയോസ് റീൽസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തത്. അങ്ങനെ വണ്ടി എടുക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന പോലെ എനിക്കും ആ ഒരു വലിയൊരു കീ കിട്ടി. അങ്ങനെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് എടുക്കുന്നത് ശരിയല്ല, നെഫിക്കും ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ ആഗ്രഹങ്ങളൊക്കെ. കീ പിടിച്ച് ഫോട്ടോ എടുക്കണം, പുതിയ വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ. അങ്ങനെ അത് ഇന്നിവിടെ സാധിച്ചു. പിന്നെ അത് മാത്രമല്ല, 1-2 ഗിഫ്റ്റ് വൗച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സന്തോഷം, താങ്ക് യു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒക്കെ ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നു, കേക്ക് മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ്, ടാറ്റ പഞ്ച്. ബാക്കി വീഡിയോസൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. പിന്നെ എല്ലാവരും ചോദിക്കും പോലെ എന്തുകൊണ്ടാണ് പഞ്ച് എടുത്തത്, പഞ്ചിന്റെ മൊത്തം വീഡിയോസും അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനും നെഫിയും ഓസിലും ഗഫൂറും ഫായ്മവും കേക്ക് മുറിക്കാൻ തുടങ്ങി. കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു, സന്തോഷമായി. ഇനി വണ്ടിയുടെ അകത്ത് കയറുന്ന ഒരു ഷോട്ടാണ്. 3 സൈഡിലും ക്യാമറ ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഞാൻ ഇവിടുന്ന് ഓടിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്തിട്ടില്ല. പിന്നെ ഇദ്ദേഹമാണ് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഷാനിബ്. അങ്ങനെ ഷാനിബായി എനിക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരികയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഷോറൂമിൽ നിന്ന് വണ്ടി പുറത്തിറക്കുന്നു. അത് മാത്രമല്ല, ഈ വണ്ടി ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അങ്ങനെ വിജയകരമായി വണ്ടി പുറത്തെത്തി. ഞാൻ മാരുതിയുടെ വണ്ടിയും പിന്നെ ബാക്കി കുറെ വണ്ടികളൊക്കെ അത്യാവശ്യം ഓടിയിട്ടുണ്ട്, പക്ഷേ ടാറ്റ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്തു. അത് മാത്രമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിന്റെ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യാം. പിന്നെ എനിക്ക് അഷ്വേർഡ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, 2 വൗച്ചർ ഉണ്ടായിരുന്നു. ഒന്ന് ട്രിപ്പ് പോകാനുള്ള ഒരു ഇതാണ്, ട്രിപ്പും പിന്നെ അവിടുത്തെ സ്റ്റേ സൗകര്യങ്ങളൊക്കെ, മണാലി, കാശ്മീർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൽ കുറച്ചധികം സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് വേണമെങ്കിൽ പോവാം, നമ്മുടെ ചോയ്സ് ആണത്. അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു ഗിഫ്റ്റാണ്, സമ്മാനങ്ങളാണ്. അതിൽ ചൂസ് യുവർ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത് സ്ക്രാച്ച് ചെയ്തപ്പോൾ. അപ്പോൾ അതിലെനിക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. അങ്ങനെ ഗിഫ്റ്റുകളുമായി സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അതൊക്കെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ആദ്യമായിട്ട് പുതിയ വണ്ടിയുമായി ഞാൻ എൻ്റെ വീട്ടിലെത്തി. എപ്പോഴും ആൾട്ടോ ഉണ്ടാകുന്ന പാർക്കിങ്ങിൽ ഇന്ന് നമ്മുടെ പുതിയ മെമ്പറാണ്. അപ്പോൾ എനിവേ, ടാറ്റ പഞ്ച്, വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്നിനിപ്പോൾ സമയമില്ല, വീഡിയോ ലാഗ് അടിപ്പിക്കുകയാണ് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.